വിശുദ്ധവാരം തുടങ്ങിയ ഒരു മലയാറ്റൂർ യാത്ര അത് നിർബന്ധമല്ലേ? ശരിക്കും എന്താണ് ഈ ഓരോ തീർത്ഥാടനവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? പാപപരിഹാരം അല്ലേ? തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യരും ഇല്ല. തെറ്റ് പറ്റുന്നത് തികച്ചും മാനുഷികമാണേ. എന്നാ ചെയ്ത തെറ്റാലോചിച്ച് ഓവർത്തിങ്ക് ചെയ്ത് റിഗ്രറ്റ് അടിച്ചിരിക്കുന്നവരായിരിക്കും നമ്മളുടെ ഭൂരിഭാഗം ആൾക്കാരും. എന്നാ പാപപരിഹാരം എന്നൊരു സംഭവം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മനസ്സമാധാനമുണ്ട്. ശരിക്കും ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയല്ലേ നമ്മൾ എല്ലാരും ജീവിക്കുന്നേ? സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. അതേപോലെ വേറൊരാളുടെ ഉറക്കം കളയാൻ നമ്മൾ കാരണക്കാരും ആവരുത്. ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. എന്തിനാണ് മനസ്സിൽ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ കുത്തിക്കയറ്റി ദേഷ്യവും പിണക്കവും? എന്തിനാന്നേ? പൊറുക്കാൻ പറ്റുന്നതൊക്കെ അങ്ങ് പൊറുക്കണം. പൊറുക്കാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല. നമ്മളൊരു എഫേർട്ട് ഇട്ട് അങ്ങ് പൊറുക്കണമെന്നേ. ക്ഷമിക്കണം, മറക്കണം, അങ്ങ് കളയണം. അതിനും പറ്റിയില്ലെങ്കിൽ ചുമ്മാ ആക്രൂശിത രൂപത്തിലോട്ടൊന്ന് നോക്കിയ ആ വിരിച്ച കരങ്ങളും ചിരിച്ച മുഖവും കാണുമ്പോൾ താനെ എല്ലാം മറക്കും. നമ്മളോട് ആർക്കെങ്കിലും ദേഷ്യവും കണക്കും ഒക്കെ ഉണ്ടെങ്കിൽ അതും കാര്യാക്കണ്ട. അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചേക്ക്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്കൊരു സമാധാനം കിട്ടും. നമ്മുടെ കാര്യം സെറ്റായി. അപ്പൊ അത്രേ ഉള്ളൂ. സമാധാനവും വിശുദ്ധിയും എല്ലാം നിറഞ്ഞ ഒരു ഈസ്റ്റർ കാലവും കൂടി വരവായി. പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് ഇന്ന് ഈസ്റ്റർ രാത്രി എല്ലാരും കുർബാന കൂടാൻ വരും. അപ്പൊ പിന്നെ എങ്ങനെയാ? എല്ലാവർക്കും സമാധാനവും സന്തോഷവും എല്ലാം നൽകുന്ന, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്ന ഹാപ്പി ഈസ്റ്റർ.